എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇറാനോട് ഇത്ര വലിയ ശത്രുത? നമുക്ക് ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഇറാൻ ലോകത്തിലെ ഏറ്റവും അധികം എണ്ണ ശേഖരണമുള്ള ഒരു രാജ്യങ്ങളിൽ ഒന്നാണ്. 1951 വരെ അവരുടെ എണ്ണയുടെ മുഴുവൻ നിയന്ത്രണവും ബ്രിട്ടന്റെ കൈകളിലായിരുന്നു. ഇറാന് കിട്ടിയ ലാഭം വെറും 16% മാത്രമായിരുന്നു. പിന്നീട് ഇറാനിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയായ മുഹമ്മദ് മൊസാദക് ഒരു വലിയ തീരുമാനമെടുക്കുകയാണ്. ഇറാന്റെ എണ്ണ വ്യവസായം അദ്ദേഹം ദേശീയവൽക്കരിച്ചു. അതായത് ഇറാന്റെ എണ്ണയിൽ നിന്നുള്ള പണം ഇറാന് തന്നെ ലഭിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. പക്ഷേ ഈ ഒരു തീരുമാനം ബ്രിട്ടനും അമേരിക്കയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. അവർ ഒരുമിച്ച് ചേർന്ന് ഓപ്പറേഷൻ അജാക്സ് എന്ന ഒരു രഹസ്യ പദ്ധതി നടത്തി ഇറാനിലെ സർക്കാരിനെ താഴെ ഇറക്കി. അതിനുശേഷം അമേരിക്കയുടെ കളിപ്പാവയായ ഷാ മുഹമ്മദ് റസ പഹൽവി അധികാരത്തിലേക്ക് വരികയാണ്. ഇയാൾ അധികാരത്തിലേക്ക് വരുന്നതോടെ ഇറാന്റെ എണ്ണയിലെ ഏകദേശം 40% അധികാരം അമേരിക്കയ്ക്ക് കിട്ടുകയാണ്. ഷാ ഏകദേശം 26 വർഷങ്ങളോളം ഇറാൻ ഭരിച്ചു. ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ രാജ്യം മോഡേൺ ആയി എന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രഹസ്യ പോലീസിനെ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളെ പീഡിപ്പിക്കുകയായിരുന്നു. പിന്നെ പ്രതിപക്ഷത്തെ ശക്തമായി അടിച്ചമർത്തുകയും ചെയ്തു. ഇതിനെതിരെ 1979 ഇറാനിൽ വലിയ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ആയത്തുള്ള റുഹല്ല ഖൊമേനി അധികാരത്തിലേക്ക് വരികയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ വരവോടെ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഇറാന്റെ മേലുണ്ടായിരുന്ന എണ്ണയുടെ നിയന്ത്രണം അവസാനിപ്പിച്ചു. പക്ഷേ എന്നിരുന്നാലും ഇറാനിൽ ജനാധിപത്യ ഭരണം വരുന്നില്ല. പകരം ഒരു മതാനുഷ്ഠിത ഭരണകൂടമായിരുന്നു വന്നത്. രാജ്യത്തെ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ കുറയ്ക്കുകയും രാഷ്ട്രീയ എതിരാളികളെ വധിക്കുകയും ചെയ്തു. ഇതിനിടെ ഇറാനിലെ ചില വിദ്യാർത്ഥികൾ 52ഓളം അമേരിക്കൻ ഡിപ്ലോമാറ്റുകളെ 444 ദിവസങ്ങളോളം ബന്ദികളാക്കി വെച്ചു. ഈ ഒരു സംഭവം അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു അപമാനമായി മാറി. അതുകൊണ്ട് 1980 സദ്ദാം ഹുസൈൻ ഇറാനെ ആക്രമിച്ചപ്പോൾ അമേരിക്ക ഇറാഖിന് ആയുധങ്ങളും വിവരങ്ങളും നൽകി സഹായിച്ചു. ഈ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ഇറാനികളാണ് മരിച്ചത്. ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഇറാൻ കൂടുതൽ ശക്തരാകാനായിട്ട് തീരുമാനിച്ചു. അവർ ഹിസ്ബുള്ളയും ഹമാസ് പോലുള്ള ഗ്രൂപ്പുകൾക്ക് കൂടുതൽ സഹായം നൽകാൻ തുടങ്ങി. പോരാത്തതിന് സ്വന്തമായി ന്യൂക്ലിയർ പ്രോഗ്രാമുകളും ആരംഭിച്ചു. ഇത് തടയാൻ വേണ്ടി അമേരിക്ക ഇറാന് മേൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. പിന്നീട് 2015 ബറാക് ഒബാമ ഇറാനുമായി ഒരു കരാർ ഒപ്പുവെച്ചു. ഈ കരാറുകൾ അനുസരിച്ച് ഇറാൻ തന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ പരിമിതപ്പെടുത്തി ചില ഉപരോധങ്ങളും നീക്കം ചെയ്തു. പക്ഷേ പിന്നീട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരികയും അദ്ദേഹം ഈ കരാറിനെ വേഴ്സ്റ്റ് ഡീൽ എവർ എന്ന് വിളിച്ച് ആ ഡീൽ ക്യാൻസലാക്കി. ട്രംപിന്റെ രണ്ടാം ഊഴം വന്നപ്പോൾ അയാൾ വീണ്ടും ഒരു ഡീൽ കൊണ്ടുവരികയാണ്. ഈ ഡീൽ ഇറാനുമായി നെഗോസിയേഷൻ ശ്രമിക്കുന്നു, പക്ഷെ അവരത് നടത്തുന്നില്ല. അങ്ങനെ US ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ഇറാനുമായി യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.